വീണ നായർ, കുറവൊന്നുമില്ലല്ലോ അല്ലേ? ഇത്തരം കമന്റുകൾ കേട്ടും ഇത്തരം ആക്രമണങ്ങൾ നേരിട്ടുമൊന്നും കുറവൊന്നും വന്നിട്ടില്ലല്ലോ ഈ കാലത്തെ പൊതുജീവിതത്തിനിടയിൽ. ഇവരൊക്കെയാണ് കേരളത്തിന്റെ പൊതുബോധം തീരുമാനിക്കുന്നത് എന്ന് വിചാരിച്ച് മിണ്ടാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മോചനം എന്നെങ്കിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയെങ്കിലും തോന്നുന്നുണ്ടോ? മാധു, എനിക്ക് സത്യത്തിൽ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്ന അഭിപ്രായം കേട്ടിട്ട് അത്ഭുതം തോന്നുകയാണ്. കാരണം ഈ ചാനലിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കൂ, ഞാൻ പറയുന്നതിനൊപ്പമാണ് അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ ചാനലുകളുടെ ലൈവിന് താഴെ കീഴിൽ വന്ന് മെസ്സേജ് ചെയ്യുന്ന ഒരു 30, 50, 100 പേരാണ് കേരളത്തിൻ്റെ പൊതുബോധത്തിൻ്റെ റിഫ്ലക്ഷൻ എന്ന് വിലയിരുത്താൻ വേണ്ടിയും വിഡ്ഢികളാണോ നമ്മളെന്നുള്ളത് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഈ അഭിപ്രായം ഇനി അങ്ങനെ പറയുന്നവർ തന്നെ ഏത് പശ്ചാത്തലത്തിൽ ട്യൂൺ ചെയ്ത് വരപ്പെട്ടിട്ടുള്ളവരായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു പെൺകുട്ടി നമുക്കറിയാം, നമ്മളൊക്കെ ജനിച്ച കാലം തൊട്ട് പെൺകുട്ടിയാണ് ഇങ്ങനെ ഇരിക്കാവൂ, നിൽക്കാവൂ, നോക്കാവൂ, പറയാവൂ, മിണ്ടാവൂ. ഈ സാഹചര്യത്തിൽ ജനിച്ച് വളർന്ന് ശീലിച്ചിട്ടുള്ള ഒരുപക്ഷെ പുരുഷാധിപത്യത്തിൻ്റെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള വളരെ പെട്രിയാർക്കിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പരിധിവരെ ചില സ്ത്രീകളെങ്കിലും അതാണ് വിശിഷ്ടമെന്ന് ചിന്തിക്കുന്ന ഒരു മൈനോറിറ്റി വിഭാഗം സ്ത്രീകൾ. കാരണം അവർ ജനിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന ഇതാണ്, പെട്രിയാർക്കൽ സിസ്റ്റമാണ് മഹത്തരമെന്ന് അറിയാതെ വിശ്വസിച്ച് പോകുന്ന മൈനോറിറ്റി സ്ത്രീകളും കൂടെ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവരിടുന്ന കമൻറ്റുകളാണ് കേരളത്തിലെ പൊതുബോധം എന്ന് വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല അത് അദ്ദേഹം വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഏത് കണ്ണിലാണത് മനസ്സിലാക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ യുവതലമുറ കേരളം ആവട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കാം, എല്ലായിടത്തും വസ്ത്രധാരണത്തിലും കാഴ്ചപ്പാടുകളിൽ റിലേഷൻഷിപ്സിൽ ഒക്കെ വന്നിട്ടുള്ള കാഴ്ചപ്പാടുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ തീരുള്ളൂ. അങ്ങനെ ഒരു വലിയ പൊതുബോധം ഉണ്ടായി എന്ന് വിചാരിക്കാം. പക്ഷെ അത് നീതിയല്ല എന്ന് തോന്നുന്നിടത്ത് മനുഷ്യൻ ഫൈറ്റ് ചെയ്യണ്ടേ? ഒരാളെങ്കിൽ ഒരാൾ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടത് തെറ്റാണെന്ന് വിളിച്ചു പറയണ്ടേ? തീർച്ചയായിട്ടും വേണം. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇതുപോലെ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ 1000 ഹണി റോസുമാർക്ക് വേണ്ടി, ഇപ്പോൾ ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളിപ്പോൾ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള ഒരു വിക്റ്റിമാണ്. ഹണി റോസിനെ പോലെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എത്രയോ പേരുണ്ട് മാധു. നമ്മളൊക്കെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ കമൻറ്റുകൾക്കൊക്കെ ഇപ്പം ഞാനും മാധു അടക്കം വിധേയരായിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളെല്ലാവരും ഹണി റോസുമാരാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നു മാന്യമായിട്ടുള്ള വസ്ത്രധാരണം. എന്താണ് ഈ മാന്യത? ഈ മാന്യതയുടെ അളവ്, തൂക്കം, മാനദണ്ഡം എന്താണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരണം. അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ സാരി ഉടുത്തു വരുന്ന ഒരു സ്ത്രീയാണോ ഏറ്റവും മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന? ഞാൻ പറയട്ടെ, ഏറ്റവും ഓക്വേർഡ് ആയിട്ടുള്ള ആംഗിളിൽ ഒരു ക്യാമറ പിടിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സ്ത്രീയെ സെക്സി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്ത്രമാണ് സാരി എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ തന്നെ മറ്റ് പല വസ്ത്രങ്ങൾ ധരിച്ചാലും സംഭവിക്കും. ഇപ്പം മാധുവിനറിയാം, നമ്മളൊക്കെ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ക്യാമറ ഓക്വേർഡ് പൊസിഷൻസിൽ വെച്ച് ഒരു സ്ത്രീയെ ക്യാപ്ചർ ചെയ്യുകയാണ് എങ്കിൽ എത്ര സഭ്യമായ വസ്ത്രം ധരിച്ച സ്ത്രീയും മോശമായിട്ട് വേണമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ മത്സരങ്ങളുടെ ലോകത്ത് കൂടിയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഒക്കെ സ്ത്രീകളൊക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷ്വൽ മോളസ്റ്റേഷൻസിന് വിധേയരാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് ശ്രീ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് വന്നിരുന്ന അത് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് പറയാൻ സാധിക്കുന്നത്? ഇനി അങ്ങനെ ഒരു വാദത്തിന് ശ്രീ രാഹുൽ ഈശ്വർ പറയുന്ന അത്തരം വിമർശനങ്ങളെ നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാദത്തിന് വേണ്ടി തന്നെ നമ്മൾ അംഗീകരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ.
അത് ഏത് എക്സ്റ്റെൻഡ് വരെ പോകാം എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് the right of one person to extend his arms ends where the other person's nose begins എന്ന് പറയാറുണ്ട് അല്ലെ. നമ്മുടെ കൈ നീട്ടാനുള്ള അവകാശം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെ മാത്രമാണ്. അത് ഫിസിക്കലി ഉള്ള എക്സ്റ്റൻഷൻ മാത്രമല്ല പറയുന്നത്, ഇതുപോലുള്ള വെർബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡബിൾ മീനിങ് അടക്കം വരുന്ന കാര്യങ്ങൾ ഇതൊരു പാരൽ വേൾഡാണ്. നമുക്ക് എത്തിനോട്ടമില്ലാത്ത സ്ഥലമാണ് ഈ പറയുന്ന യൂട്യൂബ് ലിങ്കുകൾ എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോ ഈ ചർച്ചയുടെ ഭാഗമായി കഴിഞ്ഞ 2-3 ദിവസമായി ഇത് കുറെ കേൾക്കുകയാണ്. മനുഷ്യന്റെ തലച്ചോറ് താങ്ങാൻ കഴിയാത്തതാണ് എങ്കിൽ പോലും ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് ആവർത്തിച്ച്, അതായത് ഡബിൾ മീനിങ്ങിലാണ് ഞാൻ സംസാരിക്കുന്നതെന്ന്, വളരെ ഡബിൾ മീനിങ്ങോ അതിനപ്പുറത്തേക്കോ ഉണ്ടെങ്കിൽ അതും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ആവർത്തിച്ച് ഈ വ്യക്തി വ്യക്തമാക്കുന്നുമുണ്ട്.